അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 164 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. ومن الناس വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അക്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. മീമിനും നൂനിനും ശ്രദ്ധ കണ്ടാലും നമ്മൾ കൂടുതലായിട്ട് മണിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൂനിൻ്റെ കൂടെ അലിഫ് മദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച ഒന്നയോടുകൂടി ഓതി കൊടുക്കുക. ലയിപ്പിക്കുകയും ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന കൊടുക്കുകയും ചെയ്യുക കേട്ടോ, മണിക്കുകയും ചെയ്യുക. ഹ സൗണ്ടിന് വ്യക്തമാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഖ്റജ് വരുന്നത് അദ്നൽ ഹൽക്കാണ്, തൊണ്ടയുടെ ആദ്യ ഭാഗം. സൗണ്ട് ഹ ഹി എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഹ എന്നുള്ള സൗണ്ടായി പോവാതെ നോക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ദാല് വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ മറച്ച് വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. നമ്മുടെ നാവിനെ മുകളിൽ തട്ടിക്കാതെ പ്രസ് ചെയ്യാതെ നോക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ വൗമദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിൽ കെസ്റ വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക, താഴ്ത്തി ഉച്ചരിക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ദാലാണ് വന്നിട്ടുള്ളത്. നൂൻ സാക്കിനയെ മറച്ച് വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കരുത്. ദാലിൻ്റെ കൂടെ അലിഫ് മദ്ദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ദാലിന് ഫതഹ് തെൻവീന് വന്നിട്ടുണ്ട്. തെൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. തെൻവീനിലുള്ള നൂനിനെ യായിലേക്ക് ലയിപ്പിച്ച ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഓതി കൊടുക്കുക കേട്ടോ. ഹ സൗണ്ടിനെ വ്യക്തമാക്കി കൊടുക്കുക. ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. കഹുബില്ലാഹ് കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കുക. ഹ സൗണ്ട് ക്ലിയർ ആക്കുക കേട്ടോ. ഹുബില്ലാഹ് അതുപോലെ ഓതി കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് കെസ്റ വന്നു, അതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ നമ്മൾ താഴ്ത്തി ഉച്ചരിക്കുക, ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. തർക്കയൊക്കെ ചെയ്യാന്നൊക്കെ പറയും. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വല്ലദീന വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുക. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, പക്ഷെ മണിക്കരുത്. മണിക്കാതെ കനം കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. ആമനു ഹംസയുടെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ട് ഹംസയും വന്നു. മദ് ജായിസ് മുൻഫസിലാണ്, 2 4 കൗണ്ട് നീട്ടി പാരായണം ചെയ്യുക കേട്ടോ. ഹുബ്ബല്ലില്ലാഹ്. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ് വരുന്നത്. സൗണ്ടിന് ഹ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. ഹ നായി പോവരുത്, ഹുബ്ബല്ലില്ല നായി പോവരുത്. ഹുബ്ബല്ലില്ലാഹ്. ബാക്ക് ഫതഹ് തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിലാഖുനയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിലുള്ള നൂനിന് നമ്മൾ ലാമിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്, പക്ഷെ മണിക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക. ഇദാം ബിലാഖുന. ഹുബ്ബല്ലില്ലാഹ്. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ഖിലയാണ് വന്നിട്ടുള്ളത്. വഖഫ് ചെയ്യലാണ് നമുക്കവിടെ ഉത്തമം. ഇനി നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഹാക്ക് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുക കേട്ടോ. നമ്മുടെ തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്ന് ഹാ സുക്കൂനിൻ്റെ ഒരു ഫീല് വരണം. ഹുബ്ബല്ലില്ലാഹ് അതുപോലെ. വലൗ യറല്ലദീന വലമൂ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. റോ ഫതഹ് വന്നതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് കൊടുക്കുക. റാ എറാന്നായി പോകരുത്. യറല്ലദീന
ലാമിന് ശബ്ദ രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, മണിക്കരുത്. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക കേട്ടോ. വലമൂ ഇദ് യറൗനൽ അദാബ്. വാദ് വാ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിച്ചിരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്. ഇഖ്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാൻ. വാ വലമൂ ഇദ് യറൗനൽ അദാബ്. വാ മഖ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ്. ശ്രദ്ധിക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ മദ് വന്നു, മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്, 2 4 കൊണ്ട് നീട്ടി പാരായണം ചെയ്യുക. ദാല് കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇത് യറൗന്ന് ഓതിപ്പോവരുത്. ഇത് യറൗന, ഇത് യറൗന, ഇത് യറൗന എന്ന് ഓതിപ്പോവരുത് കേട്ടോ. ഇത് യറൗനൽ അദാബ്. റോ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക, ശ്രദ്ധിക്കുക. ലാം കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂനാക്കിയിട്ട് കൊടുക്കുക. ഐനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. 4 ലൈറ്റ് ലെറ്റേഴ്സിൽ പെട്ടതാണ്. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് വെക്കുക. വാ മഖ്റജ് നമ്മൾ പറഞ്ഞില്ലേ, അതേ മഖ്റജ് തന്നെയാണ് ദാലിൻ്റെ മഖ്റജും. ദാല് പക്ഷേ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കണം, വാ ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കണം. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ദാലിൻ്റെ കൂടെ അലിഫ് മദ്ദാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കണം കേട്ടോ. അന്നൽ ഖുവത ലില്ലാഹ്. നൂനിന് ശബ്ദ വന്നു, അഖ്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആണല്ലോ, ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ ബാക്ക് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. ഖൂ എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. കാഫിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. വാ ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചിട്ട് ഉച്ചരിക്കുക, ശ്രദ്ധ കൊടുക്കുകയും ചെയ്യുക. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. ത ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. കൂവത്താന്ന് ഓതിപ്പോവരുത്, കൂവത്ത. കൂവത്തലില്ലാഹ്, കൂവത്തലില്ലാഹി ജമീഅ. ഇവിടെ ഹ സൗണ്ടിനെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ലില്ലാഹി എന്നായി പോവരുത്, ഹംസയുടെ സൗണ്ടായി പോവരുത്. ലില്ലാഹി, ലില്ലാഹി ജമീഅ. മീമിൻ്റെ കൂടെ യമദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. ഐനിന് ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിലുള്ള നൂനിനെ വാവിലേക്ക് നമ്മൾ ലയിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഉന്ന കൊടുക്കും വേണം. ജമീഅൻ വ അന്നല്ലാഹ്, അതുപോലെ ഓതിക്കൊടുക്കുക. ജമീഅൻ വ, ജമീഅൻ വ അന്നല്ലാഹ്. നൂനിന് ശബ്ദ വന്നു, അഖ്മൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ വന്നു. അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഷദീദുൽ അദാബ്. ദാലിൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാം കൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഐനിൻ്റെ സൗണ്ടിനെ വ്യക്തമാക്കി മഖ്റജൊക്കെ കറക്റ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഖ്റജ് വരുന്നത് തൊണ്ടയുടെ മധ്യഭാഗമാണ്. സൗണ്ടിനെയും എന്നുള്ള സൗണ്ട് തന്നെ കൊടുക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഇനി അവസാനത്തിൽ മദ് ആൽ സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.